ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ ജാസ്മിൻ പൊട്ടിക്കരയുകയാണ്. അപ്പൊ എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നാളെ അങ്ങനെ തന്നെ ആയിരിക്കുന്നു. കാര്യം ഇന്ന് അങ്ങനെയൊക്കെ സംസാരിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നാളെ പിന്നെ തിരിച്ചു ചെല്ലണം, അത് കഴിഞ്ഞിട്ട് മിണ്ടണം, സോൾവ് ചെയ്യണം, വന്നിട്ട് പറയുന്നുണ്ട് പോയതാണെന്നൊക്കെ. അപ്പോൾ ജാസ്മിൻ ഗബ്രിയോട് പറയുന്നുണ്ട്, നീ എന്ന് വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ 10 പേരുണ്ട് നിന്റെ അടുത്തേക്ക് വരാൻ, പക്ഷെ നീ അവരെ അടുപ്പിക്കാത്തത് കൊണ്ടാണ്. 11ാമതായി ഞാൻ വരുമ്പോഴും നീ അങ്ങനെ തന്നെ ചെയ്യുവാണ്, നീ എന്നെ അടുപ്പിക്കുന്നില്ല, എന്റെ മാനസികാവസ്ഥ എനിക്ക് മാത്രമാണ് അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചങ്ക് തകർന്നിരിക്കുന്ന ജാസ്മിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ കേട്ട് വിഷമിച്ച് അതായിട്ട് വാഷ്റൂമിലേക്ക് പോകുന്ന ഗബ്രീനെയും കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ പോയി ഗബ്രി ഇങ്ങനെ ഇരിക്കും. ഇന്നാളൊക്കെ ഇരുന്നില്ലേ, അതുപോലെ തന്നെ ഗബ്രി ഒറ്റ ഇരുത്തമാണ്. ഇന്നും ഗബ്രിക്ക് എന്തോ സ്ട്രെസ് ഒക്കെ കൂടിയിട്ട് വാഷ്റൂമിലൊക്കെ പോയിരിക്കുകയും അവിടുന്ന് മെഡിക്കൽ റൂമിലൊക്കെ ഗബ്രി പോവുകയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ജാസ്മിൻ ഗബ്രിയോട് ക്ലാരിറ്റി വേണമെന്നുള്ള രീതിയിൽ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഗബ്രിക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൊ ഫുള്ള് ഡ്രാമയായിട്ടാണ് എല്ലാവർക്കും ഇതെല്ലാം തോന്നുന്നത്. ഇതിങ്ങനെ ഒരു ദിവസം നടക്കുന്നു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നടക്കുന്നു. ആദ്യം ഇതൊക്കെ ചോദിക്കും, പിന്നെ ഇതൊക്കെ വഴക്കുണ്ടാക്കും, പിന്നെ ഇതൊക്കെ കരയും. ഇങ്ങനെയൊക്കെയാണ് ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ നാളെയും നടക്കുന്നത്. ഇത് ഇനിയുള്ള 50 ദിവസം ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും നടക്കാൻ സാധ്യത എന്നാണ് തോന്നുന്നത്. എന്താണ് നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത്? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൂടുതൽ ബിഗ് ബോസ് വീഡിയോകൾക്കും ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ഉടനെ കാണാം.